BJP വക്താവ് പ്രിന്റു മഹാദേവൻ കൂടി നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നു. പ്രിന്റു, സാങ്കേതിക തടസ്സങ്ങൾ മാറി അങ്ങ് ലൈവായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ജനം TV പുറത്തുവിട്ടത് പാലക്കാടിന്റെ ഈ ഭൂജിഹാദിന്റെ കണക്കുകളാണ്. 2219 പ്ലോട്ടുകളിൽ സ്ഥലങ്ങളിൽ വഖഫ് പിടിമുറുക്കിയിരിക്കുന്നു. അത് അവരുടെ സ്വത്താണെന്ന് പറയുന്നു. ഇത് പക്ഷേ വെറുമൊരു പ്രസ്താവനയല്ല. വഖഫ് ബോർഡിന്റെ വളരെ കൃത്യമായ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കുകളാണ് ഇന്ന് ജനം TV പുറത്തുവിട്ടത്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെല്ലാം വളരെ സജീവമായ ഒരു വിഷയമാണ് ഇത്. അഗ്രഹാരങ്ങൾ ഉൾപ്പെടെ കൽപ്പാത്തി ഉൾപ്പെടെ ഇത്തരത്തിൽ വഖഫ് ബോർഡ് കണ്ണുവെക്കുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നോക്കൂ, വളരെ ആധികാരികമായ കണക്കുകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എന്താണ് പ്രതികരണം? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഒന്നാമത്തെ കാര്യം, ഈ തിലകത്ത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉന്നയിച്ച സമയത്ത് കൃത്യമായിട്ടുള്ള രണ്ട് മുന്നണികളും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായി BJPയുടെ ഒരു രാഷ്ട്രീയ ആരോപണമല്ല BJP ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള പാലക്കാടിലെ ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയുടെ നിലപാടാണ് ശരി എന്നുള്ളതാണ് ജനം TVയുടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങേറ്റം സ്ഫോടനാത്മകമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് പാലക്കാടുള്ളത്. മുനമ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുനമ്പത്തേക്കാൾ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാലക്കാട് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ജനം TVയുടെ റിപ്പോർട്ടിംഗ് പ്രകാരം 2219 പ്രദേശങ്ങൾ വഖഫ് അധിനിവേശം അല്ലെങ്കിൽ വഖഫ് ഭൂമിയാണെന്നുള്ള സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് നമുക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 110 സ്ഥലങ്ങൾ, ആ 110 സ്ഥലങ്ങളിൽ പോലും വഖഫ് ഭൂമി, അങ്ങ് പറഞ്ഞ വിശാല സമേതനായിട്ടുള്ള വിശ്വനാഥന്റെ മണ്ണായിട്ടുള്ള കൽപ്പാത്തിയിൽ പോലും ഈ വഖഫിന്റെ കയ്യേറ്റ ഭൂമിയിലേക്കുള്ള അവരുടെ ഈ നീരാളി പിടുത്തമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന് കാരണക്കാർ എന്ന് പറയുന്നത് ഈ വഖഫ് എന്ന് പറയുന്ന മതേതര രാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന മതാധിഷ്ഠിത സംവിധാനത്തിന് ഇവിടെ വളർച്ചയും അതിന് വെള്ളവും വളവും പാകുന്ന രണ്ട് മുന്നണികളാണ്. ആ മുന്നണികളുടെ സംവിധാനം നമ്മൾ കൃത്യമായിട്ട് നിയമസഭയ്ക്കകത്ത് കണ്ടു. വഖഫ് അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുമായി ബന്ധപ്പെട്ട ആ ബില്ലിനെ ഒരുമിച്ച് എതിർക്കുന്ന സംവിധാനമാണ് ഇടത് വലത് മുന്നണികൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് വഖഫ് ചെയർമാന്റെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമ്പോഴും അദ്ദേഹം പാലക്കാട് ഈ വഖഫ് ഭൂമി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയുന്നില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് ഇത് ലാക്കാക്കുന്നത് കൃത്യമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ അവിടെ ഉന്നയിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും അതിന് പുറത്തു കൊണ്ടുവന്ന ജനം TVയെയും അതിന്റെ ടീമിനെയും കൃത്യമായിട്ട് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, കേവലം ഒരു മതത്തിന്റെ വിഷയം മാത്രമല്ല. പാലക്കാട് മാത്രമല്ല, പിരായിരി പഞ്ചായത്ത് ആയിക്കോട്ടെ, കണ്ണാടി പഞ്ചായത്ത് ആയിക്കോട്ടെ, മാത്തൂർ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഇവിടെ കൃത്യമായിട്ട് ഏകദേശം 226 വഖഫ് വഖഫ് കൈയടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ തൽസ്ഥിതി വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തൽസ്ഥിതി വിവരങ്ങൾ ലഭ്യമായിരുന്നു. നമുക്കറിയാം വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, വാഫിക്കകത്ത് കൃത്യമായിട്ട് ഈ വഖഫുമായി ബന്ധപ്പെട്ട സ്വത്ത് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഭൂമി, ഏതൊക്കെ ഭൂമിയാണ്, ആരുടെതൊക്കെ ഭൂമിയാണ് വഖഫ് ഏറ്റെടുത്തിരിക്കുന്നത് കൃത്യമായ ഡാറ്റ ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ രണ്ട് മുന്നണികളും ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ ഭൂമി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായി മതസ്ഥാപനമാണല്ലോ, അല്ലെങ്കിൽ മതാധികാര സ്ഥാപനം എന്ന രീതിയിൽ മതാധികാര സ്ഥാപനം എന്ന രീതിയിൽ നമ്മൾ കരുതുക വല്ല ദർഗയോ പള്ളിയോ ആയിരിക്കുമെന്നാണ്. പക്ഷേ പള്ളിയും ദർഗയുമല്ല. കൃഷി പ്ലോട്ടുകൾ, ജനവാസ കേന്ദ്രങ്ങൾ, 5 സെന്റ് മുതൽ അര ഏക്കർ ഭൂമി വരെയുള്ള ജനവാസ പ്രദേശങ്ങളെയാണ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന, അവിടെ വീട് വെച്ച് താമസിക്കുന്ന, തന്റെ ആശ്രയമായിട്ടുള്ള തന്റെ വീട് പോലും നഷ്ടമാകുന്ന ആയിരക്കണക്കിന് ആളുകളാണ് പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മറച്ചു വെക്കാനാണ് ഇടതു വലത് മുന്നണി ശ്രമിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തെ കൃത്യമായിട്ട് BJP മുന്നോട്ട് കൊണ്ടുവരും. ഈ വഖഫ് ഭൂമി, ഈ വഖഫിന്റെ ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാരണം അതിന് ഒത്താശ നിൽക്കുന്ന ഇടത് വലത് മുന്നണികളുടെ ഈ നയത്തിനെതിരെയുള്ള പ്രതിഷേധമുണ്ടാകും. ഈ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് BJP മുന്നോട്ട് വരും. കാരണം ഇതിനകത്ത് നിരപരാധികളായ ആളുകളുടെ സ്വത്തുക്കൾ കൈയടക്കുന്ന ഒരു ലാൻഡ് ജിഹാദിലേക്കുള്ള വഴിവെക്കുന്ന ഈ കാര്യങ്ങളെ, ഈ പ്രവണതകളെ ഒരു മുനമ്പം പോലുള്ള ചെറുത്തുനിൽപ്പുമായിട്ട് BJP മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ആകെ പ്രതിവിധി എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് വരുന്ന അമെന്റ്മെന്റ് ആണ്. ആ അമെന്റ്മെന്റിനെ എതിർക്കാതെ അമെന്റ്മെന്റിനൊപ്പം നിന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതാണ് ഇടത് വലത് മുന്നണികൾ ചെയ്യേണ്ടത്. പക്ഷേ അതിനവർ തയ്യാറാകുന്നില്ല. സംഘടിത ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടുകൊണ്ട് അതിന് തയ്യാറാകാത്ത ഇടത് രണ്ട് മുന്നണികൾക്കും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള സത്യസന്ധമായ ഒരു വിഷയം ജനം TV കൊണ്ടുവന്നത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കും. അത് BJPക്ക് അനുകൂലമാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.